മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടുവെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. ശുഭകരമായ വിവരങ്ങൾ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഉണ്ടെന്നാണ് മകൻ അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി.എസിനെ തിരുവനന്തപുരം പട്ടത്തുള്ള SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. വി.എസ്. അച്യുതാനന്ദൻ്റെ ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെയും പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ രാത്രി 10:30 അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാർ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച അവസാന അപ്ഡേറ്റ് ഔദ്യോഗികമായി നൽകിയത്. അതുപ്രകാരം ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. അതേ രീതിയിൽ തന്നെയാണ് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. അതായത് 23-ാം തീയതി ആശുപത്രിയിൽ എത്തിക്കുന്നത് പോലെ അല്ല സാഹചര്യം. കൂടുതൽ മരുന്നുകളോട് അദ്ദേഹത്തിൻ്റെ ശരീരം പ്രതികരിക്കുന്നുണ്ട്. കൂടുതൽ ശ്വാസമെടുക്കാൻ കഴിയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആരോഗ്യനില നേരിയ രീതിയിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. അതേസമയം ഇന്ന് 10 മണിയോടുകൂടി ഡോക്ടർമാരുടെ സംഘം വീണ്ടും വി.എസ്. അച്യുതാനന്ദനെ പരിശോധിക്കും. 4 വിഭാഗം, അതായത് കാർഡിയോളജിസ്റ്റ്, ഒപ്പം ന്യൂറോളജിസ്റ്റ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, നെഫ്രോളജിസ്റ്റ്, ഈ 4 യൂണിറ്റുകളുടെ പരിശോധന ഉണ്ടാകും. അതിനുശേഷം ഇന്നലെ നടന്നതുപോലെ ഏകദേശം 11-12 മണിയോടുകൂടി ആശുപത്രിയുടെ SUT ആശുപത്രിയുടെ ഒരു ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ആരോഗ്യ അപ്ഡേറ്റുകൾ സംബന്ധിച്ച്. എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ ഡോക്ടർമാരോട് ബന്ധപ്പെട്ടപ്പോഴും ആരോഗ്യനില പുരോഗതിയുണ്ട്. ഈ 23-ാം തീയതി ഉണ്ടായ സാഹചര്യമല്ല. 23-ാം തീയതി ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ സാഹചര്യം മാറിയിട്ടുണ്ട്. പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് SUT ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നത്. SKN. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സഖാവ് വി.എസ്. വേഗം സാധാരണ നിലയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വി. അരുൺകുമാർ മകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് നില മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ്.